നമുക്കേ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചെറിയൊരാവിയുണ്ട്. ഓ സൂപ്പർ. മണം മതി ചോറ് കഴിക്കാൻ. ഇച്ചിരി നനവ് പോലെ ഉണ്ടാവും, അത് വേണം. ഇതാകുമ്പോൾ നല്ല എരിയും കിട്ടും. വേറെ കറികളൊന്നും വേണ്ടാൻ പറഞ്ഞ കാര്യം ഇതാണ്. നല്ല എരിവാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ എൻ്റെ ഉച്ചയൂണിന് പപ്പായ തോരനും പപ്പടവും. ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ മാസത്തൊഴിലിന് എൻ്റെ അനിയത്തിമാർ പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് മേടിച്ചത് 2 പപ്പടം തന്നെയാണ്. അപ്പോൾ ഈ 2 പപ്പടം ഫുള്ള് നമുക്ക് വറക്കേണ്ട ആവശ്യമില്ല. ഒരു പപ്പടം തന്നെ 4ആയിട്ട് കീറി വറക്കുക. അപ്പോൾ എൻ്റെ ഉച്ചയൂണിന് തന്നെ ഇതൊക്കെയാണ് കേട്ടോ. എനിക്കതിൻ്റെ മണലിനെ കേട്ടിട്ട് വിശപ്പങ്ങ് കൂടിയേ. ഞാൻ അങ്ങോട്ട് വെച്ച് നേരത്തെ ചോറ് കഴിക്കുക. ഈ പപ്പായത്തോരൻ മാത്രം മതി ചോറ് കഴിക്കാൻ കേട്ടോ, വേറെ ഒന്നും വേണ്ട. ചോറ് കുറച്ചേ എടുക്കത്തുള്ളൂ. എനിക്കെല്ലാം പച്ചക്കറികളാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ തോരൻ കുറേ തോനെയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്രേവി പോലെയുണ്ട്. അപ്പോൾ ചോറ് പുരട്ടത്തിന് ഇത് മാത്രം മതി. മത്തിക്കറി ഇരിപ്പോട്ടെ, കുഞ്ഞി മത്തി, അതിനെടുക്കുന്നില്ല. പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു പപ്പടം കൂടെ ആയിക്കോട്ടെ എൻ്റെ കൂടെ. പിന്നെയെന്ന് വെച്ചാൽ നെല്ലിക്ക വെള്ളത്തിലിട്ട് ഇരിപ്പുണ്ടേ. ഞാൻ തേനെല്ലിക്ക ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്നേരം അതിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തതായിരുന്നു. അതങ്ങ് എന്തോ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ അതങ്ങ് പോയി. അപ്പോൾ ഒരു തേനെല്ലിക്ക ഒരു പച്ചമുളകും കൂടെ സൈഡിലിരിക്കട്ടെ, ഒരു വെറൈറ്റിക്ക്. അല്ല ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല. ഇത് പപ്പായത്തോരനും പപ്പടവും മതി. അപ്പോൾ കഴിച്ചാലോ. കറുകപ്പട്ട, ഗ്രാമ്പു, ജാതിപത്രി എല്ലാമായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ തേനെല്ലിക്ക എന്ന് പറയുമ്പോൾ നമ്മൾ തേനത്തല്ല ചെയ്തിരിക്കുന്നത്, പനങ്കൽക്കണ്ടത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് ഉരുക്കി അരിച്ചു അതിനകത്തോട്ട് നെല്ലിക്ക ചേർത്ത് അതിൻ്റെ സത്ത് മൊത്തം ആ വെള്ളത്തിൽ തന്നെ ചേരണം. അല്ല നമ്മൾ ആവി പുഴുങ്ങിയെടുത്താൽ അതിൻ്റെ സത്തങ്ങ് പോകും. അതേസമയം ഇതാകുമ്പോൾ ആ നെല്ലിക്ക ആ തേനകത്ത് നമ്മുടെ ഈ പനങ്കൽക്കണ്ടത്ത് തന്നെ കിടന്ന് വെള്ളമെല്ലാം വറ്റി നല്ല പരുവായി, ക്രീമി പരുവായി. ഒരേ നേരം എടുക്കാം കേട്ടോ, ഒരേ നേരം എടുക്കാം. പക്ഷേ വെള്ളിരിക്കുകയാണെങ്കിൽ പൊട്ടിയിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഒരേ പീസായിട്ട് തന്നെ എടുക്കാം. ഞാൻ പിന്നെ സ്പൂൺ വെച്ച് നോക്കി വെച്ച് കൊടുത്തതാണ്. അപ്പോഴാണ് കറുവപ്പട്ടയൊക്കെയാണ് മുകളിലിരിക്കുന്നത്. നല്ല ഒരു കുപ്പി ഭരണിക്കകത്ത് കൂടി വെച്ച് അതാകുമ്പം ഒരു കുറേ നാൾ വെച്ചേക്കാണ്. ഞാൻ അടുത്ത് കഴിഞ്ഞ മാസം ഒരെണ്ണം ചെയ്തിട്ട് വെച്ചേക്കണം പറഞ്ഞ് ചെയ്തു. പക്ഷേ രുചി കൂടിയിട്ട് ഞാൻ പറക്കി ഞാൻ തീർത്ത്. അപ്പോൾ പിന്നെ ഇത് വെച്ചേക്കാൻ വേണ്ടി അവിടെ കുപ്പി ഭരണിക്കകത്ത് തന്നെ കൂടി വെച്ചത്. നല്ല ക്രീമി പരുവത്തിലിരിക്കേണ്ട ഒരു നെല്ലിക്കാനും ഇരിക്കും, ഒരു നിരന്നായിട്ടിരിക്കും. ഒറ്റപ്പെട്ട് മേളിലുള്ള ഒന്നിനെണ്ണം പൊട്ടിയപ്പോൾ അതിൻ്റെ മേളിൽ വെച്ചത്.